എല്ലാവർക്കും നമസ്കാരം. നമ്മൾ മലയാളികൾ പൊതുവെ രാത്രി 9 മണി കഴിഞ്ഞോ അല്ലെങ്കിൽ സീരിയലും സിനിമകളും ഒക്കെ കണ്ടു കഴിഞ്ഞോ അത്താഴം കഴിക്കുന്ന ശീലമുള്ളവരാണ്. എന്നാൽ ഈ ശീലം നമ്മുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിക്കും എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളിന്ന് സംസാരിക്കുന്നത് ഏർലി ഡിന്നറിനെ പറ്റിയാണ്, അഥവാ അത്താഴം നേരത്തെ കഴിക്കുന്നതിനെ പറ്റി. എന്തുകൊണ്ടാണ് ലോകം മുഴുവനുള്ള ആരോഗ്യ വിദഗ്ധർ 7 മണിക്ക് മുന്നേ ആഹാരം കഴിക്കണം എന്ന് പറയുന്നത്? അതിൻ്റെ പിന്നിലുള്ള ശാസ്ത്രം എന്താണെന്ന് നമുക്കിന്ന് നോക്കാം. നേരെ വീഡിയോയിലേക്ക്. ദഹന പ്രക്രിയയും ശരീരത്തിൻ്റെ ഘടികാരവും. സർക്കാഡിയൻ റിതം. നമ്മുടെ ശരീരത്തിന് ആന്തരികമായി ഒരു ക്ലോക്കുണ്ട്. സൂര്യൻ അസ്തമിക്കുന്നതോടുകൂടി നമ്മുടെ ദഹന പ്രക്രിയ മന്ദഗതിയിലാവും. രാത്രി വൈകി കനത്ത ആഹാരം കഴിക്കുമ്പോൾ ആ ഭക്ഷണം ദഹിപ്പിക്കാൻ ശരീരത്തിൻ്റെ ആമാശയത്തിന് ഇരട്ടി അധ്വാനം വേണ്ടിവരും. ഇത് ഗ്യാസ്, അസിഡിറ്റി, നെഞ്ചരിച്ചൽ എന്നിവയ്ക്ക് കാരണമാകുന്നു. എന്നാൽ നേരത്തെ ആഹാരം കഴിക്കുമ്പോൾ ഉറങ്ങുന്നതിന് മുമ്പ് ദഹനം പൂർത്തിയാക്കാൻ ശരീരത്തിന് മതിയായ സമയം ലഭിക്കുന്നു. മികച്ച ഉറക്കവും ഹോർമോൺ മാറ്റങ്ങളും. മെലാറ്റോണിൻ. ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോണാണ് മെലാറ്റോണിൻ. വൈകി ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് ശരീരം ദഹന പ്രക്രിയയിൽ ശ്രദ്ധിക്കുന്നതിനാൽ മെലാറ്റോണിൻ്റെ പ്രവർത്തനം തടസ്സപ്പെടുന്നു. ഗാഢനിദ്ര. വയറ് നിറച്ച് ഉറങ്ങാൻ കിടന്നാൽ ഇടയ്ക്കിടെ ഉറക്കം തടസ്സപ്പെടാൻ സാധ്യത കൂടുതലാണ്. നേരത്തെ ഭക്ഷണം കഴിക്കുന്നവർക്ക് ആഴത്തിലുള്ള നിദ്ര, ഡീപ്പ് സ്ലീപ്പ് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതോടൊപ്പം അവർ രാവിലെ എണീക്കുമ്പോൾ കൂടുതൽ ഉന്മേഷം തോന്നുകയും ചെയ്യുന്നു. വണ്ണം കുറയ്ക്കാനും മെറ്റബോളിസം കൂട്ടാനും. കൊഴുപ്പ് അടിയുന്നത്. രാത്രിയിൽ നമ്മുടെ ശാരീരിക അധ്വാനം വളരെ കുറവാണ്. വൈകി കഴിക്കുന്ന ആഹാരത്തിലെ കലോറി ഊർജ്ജമായി മാറുന്നതിന് പകരം കൊഴുപ്പായി ശരീരത്തിൽ അടിഞ്ഞുകൂടുന്നു. ഇൻസുലിൻ റെസിസ്റ്റൻസ്. നേരത്തെ ആഹാരം കഴിക്കുന്നത് ടൈപ്പ് 2 പ്രമേഹം തടയാൻ സഹായിക്കും. ഇത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൃത്യമായി നിലനിർത്താൻ സഹായിക്കും. നിങ്ങൾ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ജിമ്മിൽ പോകുന്നതിനോളം നേരത്തെ ആഹാരം കഴിക്കുന്നത് നമ്മെ സഹായിക്കും. ഹൃദയ ആരോഗ്യവും മറ്റു ഗുണങ്ങളും. രക്തസമ്മർദ്ദം. രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നവർക്ക് രക്തസമ്മർദ്ദം ഉയർന്നു നിൽക്കാൻ സാധ്യത കൂടുതലാണ്. അത്താഴം നേരത്തെയാക്കുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടാൻ നമ്മളെ സഹായിക്കുന്നു. അടുത്ത ദിവസത്തെ വിശപ്പ്. നേരത്തെ അത്താഴം കഴിക്കുന്നവർക്ക് പിറ്റേന്ന് രാവിലെ നല്ല വിശപ്പ് അനുഭവപ്പെടും. ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കൃത്യസമയത്ത് കഴിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കും. ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെ കഴിക്കണം എന്നാണല്ലോ. ഫൈനലി എങ്ങനെ തുടങ്ങാം? ഒരു ദിവസം കൊണ്ട് ശീലം മാറ്റുക പ്രാക്ടിക്കലി നടക്കാത്ത കാര്യമാണ്, അല്ലേ? ഓരോ ദിവസവും 15 മിനിറ്റ് മാത്രം നേരത്തെ ഫുഡ് കഴിച്ച് ശീലിച്ച് നോക്കുക. നിങ്ങളുടെ അത്താഴ സമയം എപ്പോഴാണെന്ന് എനിക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളുടെ കൂട്ടുകാർക്കും ബന്ധുക്കൾക്കും വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.